ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പോപ്കോൺ ആണ്. അതിനായി ഞാൻ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസുകളായി എടുക്കാം. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അതിനായി കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ആദ്യമായിട്ട് ഇടാം. ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടാം. അല്പം വിനീഗർ ഒഴിക്കാം. കുറച്ച് റെഡ് ചില്ലി സോസ്, അല്പം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കാം. മതിയാ. 1 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരല്പം പാൽ കൂടി ഇതിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ റെസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് 1 സ്പൂൺ മൈദമാവ്, കോൺഫ്ലോർ, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം ഗാർലിക് പൗഡർ ഇട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്തത് 2 മണിക്കൂറാണ്. ഇനി നമുക്ക് അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട ഇതിലോട്ട് ഒഴിക്കാം. ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്ത് എടുക്കാം. മതി. നമ്മൾ കോട്ട് ചെയ്ത ചിക്കൻ എടുത്ത് ഇനി നമുക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ആദ്യത്തെ മാവിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ഇത് നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അതിനാണ് നമ്മൾ ഈ രണ്ടാമത് ഇതുപോലെ ചെയ്യുന്നത്. നമ്മളെ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ക്രിസ്പി ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ ബൈ.